Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിറ്റർമിനേഴ്സ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അഡ്ജക്റ്റീവ്സ് അല്ലെ, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, അതുപോലെ സൂപ്പർലേറ്റീവ് ഡിഗ്രി, ഈ 3 ഡിഗ്രീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഡിറ്റർമിനർ എന്നുള്ളതാണ്. അതായത് ഡിറ്റർമിനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ അതിൽ ഏതൊക്കെയാണ് ഡിറ്റർമിനേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഹെഡിങ്ങിൽ എന്തെല്ലാമാണ് വരുന്നത്, അതിൻ്റെ കീഴിലുള്ള ഏതാനും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ നോക്കാം. നോക്കൂ, ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേഴ്സ് ആർ എ സെറ്റ് ഓഫ് വേർഡ്സ് വിച്ച് ഫങ്ഷൻ ആസ് അഡ്ജക്റ്റീവ്സ്. അതായത് അഡ്ജക്റ്റീവ്സ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു കൂട്ടം വാക്കുകളാണ് ഡിറ്റർമിനേഴ്സ്. അപ്പോൾ ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഫങ്ഷൻ ആസ് അഡ്ജക്റ്റീവ്. അതായത് ഏതാനും വാക്കുകളാണ്, അവ അഡ്ജക്റ്റീവിന്റെ ഫങ്ഷനാണ് ചെയ്യുക. അഡ്ജക്റ്റീവിന്റെ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൗണിനെ മോഡിഫൈ ചെയ്യുക, നാമത്തെ മോഡിഫൈ ചെയ്യുക എന്ന ഫങ്ഷൻ ചെയ്യുന്ന ഒരു സെറ്റ് വേർഡ്സ്. ഇനി ദേ ആർ യൂഷ്വലി പ്ലേസ്ഡ് ബിഫോർ നൗൺസ്. അഡ്ജക്റ്റീവ്സിനെ പോലെ തന്നെ സാധാരണ നൗണിന്റെ മുൻപിലാണ് നമ്മൾ ഇവയെ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഡിറ്റർമിനേഴ്സിനെ നൗണിന്റെ മുൻപിലായിരിക്കും കാണുന്നത്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിറ്റർമിനേഴ്സ്. ഇനി വ്യത്യസ്ത തരത്തിലുള്ള ഡിറ്റർമിനേഴ്സ്, അതായത് ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി, ഈ കാറ്റഗറിയിൽ എന്തെല്ലാം വരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ 5 കാര്യങ്ങൾ, 5 ടൈപ്പാണ് പഠിക്കുന്നത്. ഒന്ന് ആർട്ടിക്കിൾസ്. അതായത് ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 തരത്തിലുള്ള, 3 എണ്ണം, 2 ടൈപ്പ്. അതായത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ എന്നുള്ളതും ആൻ എന്നുള്ളതും, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ എന്നുള്ളത്. ജസ്റ്റ് എക്സാമ്പിൾ, എ ലെമൺ, ആൻ എലഫന്റ്, ദ സൺ. പിന്നെ ഡെമോൺസ്ട്രേറ്റീവ്സ് ആണ് രണ്ടാമത്തെ കാറ്റഗറി. ഡെമോൺസ്ട്രേറ്റീവ് രണ്ടാമത്തെ കാറ്റഗറി. അതായത് ദിസ്, ദാറ്റ്, ദീസ്, ദോസ്, ഇവയ്ക്കാണ് ഡെമോൺസ്ട്രേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇവയും ഡിറ്റർമിനേഴ്സിൽ പെട്ടതാണ്. പിന്നെ പൊസസീവ്സ് ആണ് മൂന്നാമത്തെ. പൊസസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല എൻ്റെ, നിന്റെ, അവൻ്റെ, അല്ലെങ്കിൽ രാമുവിൻ്റെ, അവ ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന പ്രോനൗൺസ് ആണ് എന്ത്, പൊസസീവ്സ് എന്ന് പറയുന്നത്. നോക്കൂ, മൈ, അവർ, ഹിസ്, ഹെർ, യുവർ, ഇറ്റ്സ്, ദെയർ, ഇതൊക്കെ. എക്സാമ്പിൾ, അവർ കോളേജ്, ഹിസ് അങ്കിൾ, യുവർ കാർ. ഇനി അടുത്തത് ക്വാണ്ടിഫയേഴ്സ് ആണ് നാലാമത്തെ. ക്വാണ്ടിഫയേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റിയെ കാണിക്കുന്നത്, അളവിനെ കാണിക്കുന്നത് കേട്ടോ. ക്വാണ്ടിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ അളവിനെ കാണിക്കുന്നത്. ഇപ്പോൾ ഏതൊക്കെയാണ് ക്വാണ്ടിഫയേഴ്സിൽ വരുന്ന ചിലത്? ഫ്യൂ എന്നുള്ളത്, ലിറ്റിൽ എന്നുള്ളത്, മച്ച് എന്നുള്ളത്, മോർ, ലെസ്, മോസ്റ്റ്, സെവറൽ, മെനി, എക്സെട്ര. ഇവയൊക്കെ എന്താണ്? ക്വാണ്ടിഫയേഴ്സ് ആണ്, ക്വാണ്ടിറ്റിയെ കാണിക്കുന്നത് കേട്ടോ, ക്വാണ്ടിഫയേഴ്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ഫ്യൂ സ്റ്റുഡൻസ്, മെനി കസ്റ്റമേഴ്സ്, സം ഡ്രോയിങ്സ്, ഇതൊക്കെ എക്സാമ്പിൾ ആണ്. പിന്നെ ലാസ്റ്റ് 5ാമത്തെ കാറ്റഗറി ഏതിൽ വരുന്ന, ഡിറ്റർമിനറിൽ വരുന്ന 5ാമത്തേതാണ് നമ്പേഴ്സ്. നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ബോത്ത് കാർഡിനലും വരും, അതുപോലെ തന്നെ ഓർഡിനൽ. നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ബോത്ത് കാർഡിനൽ ആൻഡ് ഓർഡിനൽ. കാർഡിനൽ ആൻഡ് ഓർഡിനൽ, അതായത് കാർഡിനൽ ആൻഡ് ഓർഡിനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4 എന്ന് പറയില്ലേ, അതുപോലെ തന്നെ അതും. പിന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറയില്ലേ കേട്ടോ. ഇനി 1, 2 എക്സെട്ര, ഫസ്റ്റ്, സെക്കൻഡ് കേട്ടോ. ഇതിനാണ് കാർഡിനൽ അതുപോലെ തന്നെ ഓർഡിനൽ എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾ, ഫസ്റ്റ് പ്രൈസ് 2 ലയൺസ്, ഫസ്റ്റ് പ്രൈസ് 2 ലയൺസ്. ഇനി നമ്മൾ ജസ്റ്റ് ഇതിൽ ആദ്യം നോക്കുന്നത്, അപ്പൊ നമ്മൾ ഡിറ്റർമിനേഴ്സ് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 എണ്ണം നമ്മൾ നോക്കണല്ലോ.
അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ആർട്ടിക്കിൾസ്. ഞാൻ നേരത്തെ പറഞ്ഞു ആർട്ടിക്കിൾസ് രണ്ട് തരമുണ്ട്. ആർട്ടിക്കിൾസ് ആർ ക്ലാസിഫൈഡ് ആസ് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഏതാത്? ദ എന്നുള്ളത്. ദ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ ആൻഡ്, ഇതാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അടുത്തത് യൂസസ് ഓഫ് ദ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. നമ്മൾ ആദ്യം നോക്കുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിന്റെ യൂസസ് ആണ്. എ എന്നുള്ളതും ആൻ എന്നുള്ളതിൻ്റെയും യൂസ്. ദ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ ഈസ് യൂസ്ഡ് ബിഫോർ വേർഡ്സ് വിച്ച് ബിഗിൻ വിത്ത് എ കോൺസോണന്റ്. അതായത് കോൺസോണന്റ് സൗണ്ട് ഉണ്ടല്ലോ, കോൺസോണന്റ് സൗണ്ട് വെച്ച് തുടങ്ങുന്ന നാമങ്ങൾ, ആ നാമങ്ങൾക്ക് മുൻപിലാണ് എ ഉപയോഗിക്കുക. കോൺസോണന്റ് സൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വവ്വൽ ശബ്ദങ്ങളല്ലാത്ത ശബ്ദങ്ങൾ. അതായത് ബ്, സ്, ഡ്, ക്, ഗ, ങ് ഇങ്ങനെയുള്ള ശബ്ദങ്ങളില്ലേ, ജ്, ഹ്, വ്. അപ്പൊ ഇതുപോലെ വവ്വൽ ശബ്ദങ്ങളല്ലാതെ വരുന്ന ശബ്ദങ്ങൾ. ഇപ്പൊ നമുക്കറിയാം വവ്വലിനെ റെപ്രസെന്റ് ചെയ്യാൻ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 5 അക്ഷരങ്ങളാണുള്ളത് അല്ലേ. അതായത് അതല്ലാത്ത ബാക്കി അക്ഷരങ്ങൾ, ബാക്കി കോൺസോണന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന അക്ഷരങ്ങൾ, ബാക്കി 21 അക്ഷരങ്ങൾ കേട്ടോ, അത് ബാക്കി സൗണ്ട്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന 21 അക്ഷരങ്ങൾ. അപ്പൊ ഈ ഒരു കേസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? എ എന്നുള്ളത് ഉപയോഗിക്കുക. എന്നാൽ an is used before the words which begins with a vowel sound. എന്നാൽ വവ്വൽ സൗണ്ട്, വവ്വൽ എന്നല്ല പറഞ്ഞത്, വവ്വൽ സൗണ്ട്, വവ്വൽ വേണമെന്നില്ല, വവ്വൽ സൗണ്ട് വന്നാൽ മതി, നമ്മൾ ആനാണ് ഉപയോഗിക്കേണ്ടത്. ഇനി എക്സാമ്പിൾ എ ചെയർ. എ ചെയർ എന്ന് പറയുമ്പോൾ അതിലെ ഫസ്റ്റ് സൗണ്ട് ച് എന്നുള്ള ച് എന്നുള്ളത് എന്താണ്? വവ്വൽ അല്ല, കോൺസോണന്റ് ആണ് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ എ ഉപയോഗിക്കുന്നത്. പിന്നെ എ ഗേൾ, ഗ എന്നുള്ള ശബ്ദം. എ ലയൺ, എ പെൻസിൽ, ലയണില് ല്, പെൻസിലില് പ്. ഇനി ആൻ ആപ്പിൾ, ആപ്പിൾ എന്നുള്ളതിൽ ആ വവ്വൽ ശബ്ദമാണ്. അതുപോലെ തന്നെ ആൻ എലഫന്റ് എ, ആൻ അവർ ആ എന്നുള്ളത്. ഹോണസ്റ്റ്, ആൻ ഓണസ്റ്റ് ചൈൽഡ്, ഓണസ്റ്റ് ചൈൽഡ് അവിടെ എച്ച് അല്ല ഓ എന്നുള്ളതാണ്. ഓണസ്റ്റ് ചൈൽഡ്, അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? ആന് വന്നത് കേട്ടോ. However, there are certain words such as European Union, University അല്ലേ. ഇതൊക്കെ ഇപ്പോ യൂറോപ്യൻ എന്നുള്ളതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഇ എന്നുള്ള കാണാൻ പറ്റും അല്ലെ, ലെറ്റർ ഇ. അതുപോലെ തന്നെ യു, എ ഇ ഐ ഒ യു അല്ലെ, യൂണിയൻ, യൂണിവേഴ്സിറ്റി എക്സെട്ര. അപ്പൊ ഇവിടെയൊക്കെ പ്രത്യേകത എന്താ? വിച്ച് ഹാവ് കോൺസോണന്റ് സൗണ്ട്സ് ദോ ദേ ബിഗിൻ വിത്ത് എ വവ്വൽ ലെറ്റർ. ഇവയൊക്കെ തുടങ്ങുന്നത് വവ്വൽ ലെറ്റർ കൊണ്ടാണെങ്കിലും, വവ്വൽ ലെറ്റർ. ഇപ്പൊ എക്സാമ്പിൾ യൂറോപ്യൻ എന്നുള്ളതിൽ ഇ എന്ന് പറയുന്ന വവ്വൽ ലെറ്റർ കൊണ്ട് ബിഗിൻ ചെയ്യുന്നു, പക്ഷെ അവിടെ വരുന്ന സൗണ്ട് കോൺസോണന്റ് സൗണ്ട് ആണ്. യൂറോപ്യൻ യാ, യാ എന്നുള്ളതില്ലേ, യാ, ആ യു എന്ന യാ എന്ന സൗണ്ട്, യാ എന്ന് പറയുന്ന ഒരു കോൺസോണന്റ് സൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ അടുത്തത് യൂണിയൻ, എ ഇ ഐ ഒ യു എന്ന, പക്ഷെ ആ ഒരു വവ്വൽ ഉണ്ടെങ്കിലും പക്ഷെ ഇവിടെ ശബ്ദം വരുന്നത് യാ എന്നുള്ളതാ, യു, യാ, യു. അപ്പൊ അതുകൊണ്ട് ഈ കേസിലൊക്കെ നമ്മൾ ആൻ അല്ല ഉപയോഗിക്കുക, പകരം നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താ? എ എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാരണം സ്റ്റാർട്ടിങ്ങില്, ബിഗിനിങ്ങില് വവ്വൽ ഉണ്ടെങ്കിലും ശബ്ദം കോൺസോണന്റിന്റെ ആണ്. അതായത് തുടക്കത്തിൽ വവ്വൽ ഉണ്ട്, പക്ഷെ ശബ്ദം കോൺസോണന്റ്, അതാണ് വിഷയം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കണം. എങ്ങനെ ഉപയോഗിക്കേണ്ടത്? എ യൂറോപ്യൻ, എ യൂണിയൻ മെമ്പർ മിനിസ്റ്റർ, എ യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ എ 1 rupee കോയിൻ, എ 1 rupee. 1 rupee എങ്ങനെ എഴുതുക? 1 rupee എഴുതുമ്പോ 1 ONE 1. പക്ഷെ അതെങ്ങനെ പറയാ? എഴുതുമ്പോ ഓന്നാണെങ്കിലും പറയുമ്പോ വ എന്നാ വരുന്നത്. വ എന്നുള്ളത് കോൺസോണന്റ് ആണ് അല്ലെ, വ. പക്ഷെ അക്ഷരം മാത്രം, വവ്വലിന്റെ ഓ എന്നുള്ള ശബ്ദം മാത്രമേ വന്നുള്ളൂ, സൗണ്ട് മാത്രം. പക്ഷേ അക്ഷരം മാത്രമേ വന്നുള്ളൂ, ലെറ്റർ മാത്രം, സൗണ്ട് വന്നില്ല. അപ്പൊ നമ്മളിവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് സൗണ്ടാണ്.
അതായത് ലെറ്റർ വരുന്നുണ്ടോ വരുന്നില്ല എന്നുള്ളതൊന്നും വിഷയമല്ല, ശബ്ദം വരുന്നുണ്ടോ. ലെറ്റർ വന്നാലും വന്നില്ലെങ്കിലും ശബ്ദം വരുന്നുണ്ടെങ്കിൽ നമ്മളത് പരിഗണിക്കും കേട്ടോ. ദെൻ ഇനി നമ്മൾ ഏതാനും ഉപയോഗങ്ങൾ പറയാം. ഒന്ന്, യൂസ്ഡ് ബിഫോർ സിംഗുലർ നൗൺസ് വിച്ച് ആർ കൗണ്ടബിൾ. അതായത് കൗണ്ടബിൾ ആയിട്ടുള്ള സിംഗുലർ നൗൺസിന്റെ മുൻപിൽ എ ഉപയോഗിക്കും. കൗണ്ടബിൾ സിംഗുലർ നൗണ്, എണ്ണാൻ പറ്റുന്ന കേട്ടോ, എണ്ണാൻ പറ്റുന്ന സിംഗുലർ നൗണ്. പക്ഷെ കോൺസോണന്റ് വെച്ച് തുടങ്ങണം, അതിൽ മാറ്റമില്ല, അത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലോ. എണ്ണാൻ പറ്റുന്ന സിംഗുലർ നൗൺ കേട്ടോ. എക്സാമ്പിൾ, എ നോട്ട്ബുക്ക്, നോട്ട്ബുക്ക് എണ്ണാൻ പറ്റില്ലേ, സിംഗുലർ ആണ്. എ ബോക്സ്, അതുപോലെ തന്നെ ആൻ ആക്ടർ, ആൻ ആക്ടർ അവിടെ എന്താണ്, വവ്വലാണ്. അപ്പൊ അത് എന്തായി മാറി, സ്വാഭാവികമാണ്, ആൻ ആയിട്ട് മാറി, ആൻ ആക്ടർ കേട്ടോ. അവിടെ ശ്രദ്ധിക്കുക, സിംഗുലർ നൗൺസിന്റെ മുന്നിലാണ് എന്ത് ഉപയോഗിക്കുള്ളൂ, ആർട്ടിക്കിൾ ഉപയോഗിക്കുള്ളൂ കേട്ടോ. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ സിംഗുലർ നൗണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പ്ലൂറലിന്റെ മുന്നിൽ ഉപയോഗിക്കൂല. ഇനി അടുത്തത്, യൂസ്ഡ് വിത്ത് നൗൺസ് വിച്ച് റെഫർ ടു എ ക്ലാസ്. ഒരു ക്ലാസ്സിനെ റെഫർ ചെയ്യുന്നത്, ക്ലാസ്സിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗ്രൂപ്പ്, ഒരു നിശ്ചിത വിഭാഗത്തെ കേട്ടോ. എക്സാമ്പിൾ ആണ് ആൻ ഓക്സ്. ആൻ ഓക്സ് ഈസ് യൂസ്ഡ് ഫോർ പ്ലോയിങ് ഇൻ ദ ഫീൽഡ്. അതായത് ഇവിടെ ആൻ ഓക്സ് എന്ന് പറയുന്ന നൗണ്, അത് ഉപയോഗിക്കുന്ന ക്ലാസ് നമുക്കറിയാം. ഓക്സ് എന്ന് പറഞ്ഞാൽ കാള, കാള എന്ന് പറയുന്ന വിഭാഗം, അതാണ് എന്ത്, ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ആൻ ഓക്സ് എന്ന് പറഞ്ഞാൽ അതൊരു നിശ്ചിതമായിട്ടുള്ള ഒരു സാധനത്തിന്റെ പേരല്ലല്ലോ, ഒന്നിന്റെ പേരല്ലല്ലോ, അതൊരു ഗ്രൂപ്പിന്റെ അല്ലേ, ആ ഗ്രൂപ്പിനാണ് നമ്മൾ ക്ലാസ് എന്ന് പറയാം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന നാമം, അതും സിംഗുലർ കേട്ടോ. അപ്പൊ ആൻ ഓക്സ് ഈസ് യൂസ്ഡ് ഫോർ പ്ലോയിങ് ഇൻ ദ ഫീൽഡ്. എന്നാ പ്ലൂരൽ പറ്റില്ല. ഓക്സൻ ആണെങ്കിൽ ആൾ ഓക്സൻ ആർ യൂസ്ഡ് ഫോർ പ്ലോയിങ്. ഒരിക്കലും ആൻ ഓക്സൻ എന്ന് പറയില്ല കേട്ടോ. ആൻ ഓക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു സിംഗുലറിന്റെ കൂടെയാണ് ഉപയോഗിക്കുക. പിന്നെ എ ഫ്രോഗ് ക്യാൻ ലിവ് ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ. ഈ ഫ്രോഗ് എന്നുള്ളതും എന്താണ്, ക്ലാസ്സിനെ, കാരണം എല്ലാ തവളകൾ എന്ന് പറയുന്ന വിഭാഗത്തെ മൊത്തം ഉൾക്കൊണ്ടു എ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഒരു നിശ്ചിതമായ തവളയുടെ പേരല്ലല്ലോ. ഫ്രോഗ് എന്ന് പറഞ്ഞാൽ എല്ലാ തവളയും പെട്ടു, അപ്പോൾ ഒരു ക്ലാസ് ആണ്. അപ്പൊ അതാണ് പറയുന്നത് ആ ക്ലാസ്സിൽ പെട്ടത് അല്ലെ, ക്ലാസ്സിൽ പെട്ട ഒരെണ്ണം എ ഫ്രോഗ്. ഒരു ഫ്രോഗിനെ ക്യാൻ ലിവ് ബോത്ത് ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ. ഇനി ഒന്നിച്ച് പ്ലൂരലായിട്ട് പറയുകയാണെങ്കിൽ ആൾ ഫ്രോഗ്സ്, അവിടെ നമ്മൾ എന്ത് ചെയ്യില്ല, ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. ആൾ ഫ്രോഗ്സ് ക്യാൻ ലിവ് ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ. അടുത്തത്, യൂസ്ഡ് ബിഫോർ സർട്ടൻ എക്സ്പ്രഷൻ ഓഫ് ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റിയെ കാണിക്കുന്ന ചില എക്സ്പ്രഷൻസ്, ക്വാണ്ടിറ്റിയെ, നമ്പറിനെ, പ്രൈസ്, സ്പീഡ് എക്സെട്ര. അപ്പൊ ഇവയെ കാണിക്കുന്ന എക്സ്പ്രഷൻസ്, അവക്ക് മുൻപിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കും. പക്ഷെ നമ്മൾ വവ്വലാണോ കോൺസണന്റ് ആണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. നോക്കൂ, ക്വാണ്ടിറ്റി, ഒന്നാമത്തെ ക്വാണ്ടിറ്റി, എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻ. ഇവിടെ ക്വാണ്ടിറ്റി ആണ് എന്ത്, ലോട്ട്, ധാരാളം, ക്വാണ്ടിറ്റി ആണ് അല്ലേ. എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, എ ലോട്ട് ഓഫ് questions were asked in the interview. അതുപോലെ തന്നെ will you buy me a dozen of banana, a dozen of banana, നമ്പറിനെ കാണിക്കുന്നല്ലേ dozen. will you buy me a dozen of bananas. അടുത്തത് പ്രൈസ് അല്ലേ, പ്രൈസ്, സ്പീഡ്. നോക്കൂ, the train is running at a speed of, at a speed of 80 kilometer per hour. അതേ സമയത്ത് 80 കിലോമീറ്റർ ആൻ അവർ കേട്ടോ, 80 കിലോമീറ്റർ ആൻ അവർ. ഹി വിസിറ്റ്സ് ഹിസ് ഹോംലാൻഡ് once a year. അവിടെ നമ്മൾ മനസ്സിലാക്കണം once a year. ഇനി അടുത്തത്, യൂസ്ഡ് ഇൻ എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ബിഫോർ സിംഗുലർ കൗണ്ടബിൾ നൗൺസ്. ഇനി അടുത്തത് പറയുന്നത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഉണ്ടല്ലോ, അതായത് ആശ്ചര്യത്തെ കാണിക്കുന്ന, സ്ട്രോങ് ഫീലിങ്ങിനെ കാണിക്കുന്ന,
അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്ക്ലമേറ്ററി സെന്റൻസുകളിൽ അൺകൗണ്ടബിൾ നൗൺസിന് ശേഷം കൗണ്ടബിൾ നൗൺസ്, അൺകൗണ്ടബിൾ അല്ല, കൗണ്ടബിൾ നൗൺസിന് ശേഷം എണ്ണാവുന്ന നൗൺസ്, അതാണ് കൗണ്ടബിൾ നൗൺസ്. കൗണ്ടബിൾ നൗൺസിന് ശേഷം ഉപയോഗിക്കുന്നു. കൗണ്ടബിൾ നൗൺസ് കേട്ടോ. കൗണ്ടബിൾ നൗൺസിന് ശേഷം ഇവതാണ് വാട്ട് എ മാർവലസ് വിക്ടറി. വാട്ട് എ മാർവലസ് കേട്ടോ, മാർവലസ്. ഇവിടെ കൗണ്ടബിൾ നൗണ് മാർവലസ് അല്ല, ഏതാണ്? വിക്ടറി ആണ് കേട്ടോ. ഇവിടെ ആർട്ടിക്കിൾ എ എന്നുള്ളതാണ്, അത് മാർവലസിന് ശേഷമാണ് വന്നത്. അവിടുത്തെ കൗണ്ടബിൾ നൗൺസ് ഏതാണ്? വിക്ടറി കേട്ടോ. വാട്ട് എ മാർവലസ് വിക്ടറി. അതുപോലെ തന്നെ സച്ച് ആൻ എന്റർടൈനിങ് ഷോ. സച്ച് ആൻ എന്റർടൈനിങ് ഷോ. ഇനി യൂസ്ഡ് ഇൻ ദ സെൻസ് ഓഫ് വൺ ആൻഡ് എവരി. അതുപോലെ തന്നെ വൺ ആൻഡ് എവരി എന്ന സെൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരെണ്ണമെല്ലാം, ഒന്നുള്ളൂ, അതാണ് ആകെ. വൺ ആൻഡ് എവരി കേട്ടോ. വൺ ആൻഡ് എവരി എന്ന സെൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. വൺ ആൻഡ് എവരി, അതായത് there is a piece of cake on the table. There is a piece of cake on the table. അതായത് ടേബിളിൽ ഒരു എന്തുണ്ട്? പീസ് ഓഫ് കേക്ക് ഉണ്ട്. അതായത് അതേ ഉള്ളൂ, അതാണ് വൺ ആൻഡ് എവരി. there is a piece of cake. a piece of cake, ഒരു കഷ്ണം കേക്ക്, ഒരു കഷ്ണം, അതുള്ളൂ. അതുപോലെ തന്നെ I need an hour to finish this work. an hour, ഒരു മണിക്കൂർ, അത് മതി, ആകെ അതുള്ളൂ, അത് മതി. there is an hour. I need an hour to finish this work. She spends ₹1,000 a month. അതായത് ഒരു മാസത്തിൽ ₹1,000 a month. You have to pay ₹500 an hour for riding this car. an hour, കാരണം ഒരു മണിക്കൂർ നേരത്തേക്ക്, അതുള്ളൂ, ഒരു മണിക്കൂർ. ദാറ്റ് ഈസ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൺ ആൻഡ് എവരി. നോക്കൂ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ആൻഡ് ആൻ ഈസ് നോട്ട് യൂസ്ഡ് ബിഫോർ പ്ലൂറൽ നൗൺസ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. പ്ലൂറൽ നൗൺസിന്റെ മുൻപിൽ ഉപയോഗിക്കൂല കേട്ടോ. എ ആൻഡ് ആൻ ഈസ് നോട്ട് യൂസ്ഡ് ബിഫോർ എ പ്ലൂറൽ നൗൺസ് ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ്. പ്ലൂറലിന്റെയും അൺകൗണ്ടബിളിന്റെയും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടർ എന്നുള്ളത് അൺകൗണ്ടബിൾ ആണ്. വാട്ടർ, വെള്ളം എന്നുള്ളത് നമ്മൾ വാട്ടർ എന്ന് പറയില്ല, ജസ്റ്റ് വാട്ടർ എന്നേ പറയുള്ളൂ കേട്ടോ. അപ്പൊ അൺകൗണ്ടബിൾ നൗണ്, അതായത് എണ്ണാൻ പറ്റാത്ത സാധനങ്ങൾ കേട്ടോ. അതുപോലെ തന്നെ പ്ലൂറലിന്റെ മുൻപിലും ഉപയോഗിക്കൂല. ഇനി നോക്കൂ, നൗൺസ് ഇൻസ്റ്റഡ് എ ലിറ്റിൽ, അതുപോലെ തന്നെ ലിറ്റിൽ ഈസ് യൂസ്ഡ് ബിഫോർ അൺകൗണ്ടബിൾ നൗൺസ്. എന്നാൽ ലിറ്റിൽ എന്നുള്ളതും എ ലിറ്റിൽ എന്നുള്ളതും അൺകൗണ്ടബിൾ നൗൺസിന്റെ മുൻപിൽ ഉപയോഗിക്കുന്നു. അതുപോലെ ഫ്യൂ എന്നുള്ളതും എ ഫ്യൂ എന്നുള്ളതും പ്ലൂറൽ നൗൺസിന്റെ മുൻപിലും ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, ആഡ് എ ലിറ്റിൽ ഷുഗർ. ഷുഗർ എന്നുള്ളത് അൺകൗണ്ടബിൾ ആണ്. ഷുഗർ, കാരണം പഞ്ചസാര എണ്ണാൻ പറ്റുമോ? ഇല്ലല്ലോ. അവ ഷുഗർ അൺകൗണ്ടബിൾ ആണ്, പക്ഷേ എ ലിറ്റിൽ ഉപയോഗിച്ചു. ആഡ് എ ലിറ്റിൽ ഷുഗർ, ഒരല്പം ഷുഗർ ആഡ് ചെയ്യുക കേട്ടോ. അപ്പൊ അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ എന്ത് ആഡ് ചെയ്യും? എ ലിറ്റിൽ കേട്ടോ. ഇനി പ്ലൂറൽ നൗണിന്റെ മുൻപിലോ എ ഫ്യൂ ആഡ് ചെയ്യും, ഫ്യൂ അതുപോലെ തന്നെ ആഡ് ചെയ്യും. ഓൺലി എ ഫ്യൂ സ്റ്റുഡൻസ്, പ്ലൂറലാ. ഓൺലി എ ഫ്യൂ സ്റ്റുഡൻസ് ഹാവ് എൻറോൾഡ് ഇൻ ദിസ് കോഴ്സ്. അതായത് ഏതാനും കുട്ടികൾ ഈ കോഴ്സിന് എൻറോൾ ചെയ്തു. അപ്പൊ ഇതോടുകൂടി എന്ത് ചെയ്തു? ആർട്ടിക്കിളില് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിന്റെ ഉപയോഗം കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് പറയാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട ശേഷം എന്ത് ചെയ്യുക? കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.